കോയിപ്രത്ത് 75കാരി പൊന്നമ്മയുടെ ദുരൂഹ മരണത്തിൽ ചുരുളഴിഞ്ഞത് മനസാക്ഷിയെ നടുക്കുന്ന കൊലപാതക കഥയായിരുന്നു. സംഭവത്തിൽ മകൻ ടിജോ തോമസ്, ഇയാളുടെ ഒപ്പം താമസിച്ചിരുന്ന കൊല്ലം കാവനാട് സ്വദേശി റിൻസിമോൾ എന്നിവരെ കോയിപ്രം പോലീസ് അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച രാത്രി നടന്ന കൊലപാതകം ഹൃദയാഘാതം മൂലമുള്ള സാധാരണ മരണമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചെങ്കിലും 24 മണിക്കൂറിനുള്ളിൽ പോലീസ് യഥാർത്ഥ പ്രതികളെ പിടികൂടി. ഭാര്യയുമായി പിണങ്ങിക്കഴിയുന്ന ടിജോയും റിൻസിയും കഴിഞ്ഞ 6 മാസമായി ഒരേ വീട്ടിലായിരുന്നു. തിങ്കളാഴ്ച രാത്രി ഇരുവരും തമ്മിൽ വീട്ടിനുള്ളിൽ രൂക്ഷമായ തർക്കമുണ്ടായി. ബഹളം കേട്ട് വഴക്കു തടയാനെത്തിയ അമ്മ പൊന്നമ്മയെ ആക്രോശത്തോടെ മകൻ ആക്രമിച്ചു. നെഞ്ചിൽ ശക്തമായി ചവിട്ടി, ശ്വാസം മുട്ടിച്ചു. ക്രൂരമായ മർദ്ദനത്തിനൊടുവിൽ വയോധിക സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ചൊവ്വാഴ്ച രാവിലെ പൊന്നമ്മയ്ക്ക് പെട്ടെന്ന് അസുഖം ബാധിച്ചു മരിച്ചുവെന്ന് അയൽക്കാരെയും ബന്ധുക്കളെയും വിശ്വസിപ്പിക്കാനായിരുന്നു പ്രതികളുടെ ശ്രമം. എന്നാൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹം പരിശോധിച്ച് പോലീസിന് സംശയം തോന്നി. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ നെഞ്ചിലെ അസ്ഥികൾക്ക് ക്ഷതമേറ്റതായും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്നും വ്യക്തമായി. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് പോലീസിന് ലഭിച്ച ഒരു രഹസ്യ ഫോൺ സന്ദേശമാണ് അന്വേഷണത്തിൽ നിർണായകമായത്. തിരുവല്ല ഡിവൈഎസ്പി PR സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ടിജോയെയും റിൻസിയെയും കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതോടെ ഇവർ കുറ്റസമ്മതം നടത്തുകയായിരുന്നു.